നമസ്കാരം. CPIക്ക് വിജയപ്രതീക്ഷയുള്ള സീറ്റുകളിൽ ഒന്നായിരുന്നു മന്ത്രി ചിഞ്ചുറാണി മത്സരിച്ച ചടയമംഗലം. ഇവിടെ വന്ന പരാജയം CPIയെ സംബന്ധിച്ച് അവിശ്വസനീയവുമായിരുന്നു. നിലവിലെ MLAയും മന്ത്രിയുമായ ചിഞ്ചുറാണിയെ 7486 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥി MM നസീർ ഇക്കുറി തോൽപ്പിച്ചത്. ഈ പരാജയം ഇപ്പോൾ CPIയിൽ പുകയുകയാണ്. വർഷങ്ങളായി ചടയമംഗലത്ത് CPIക്കുള്ളിൽ വിഭാഗീയത ശക്തമാണ്. ഈ വിഭാഗീയത തന്നെയാണ് ചിഞ്ചുറാണിയുടെ പരാജയത്തിന് പിന്നിലെന്നാണ് CPI നിഗമനം. നേതൃത്വവുമായി ഉരസിയിട്ട് 800ഓളം പേരാണ് ഇവിടെ പാർട്ടി വിട്ടത്. ഇതൊന്നും നിയന്ത്രിക്കാൻ പാർട്ടി ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞതുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 67,252 വോട്ടുകൾ ചിഞ്ചുറാണി നേടിയിരുന്നു. എന്നാൽ ഇക്കുറി ലഭിച്ചത് 60,795 വോട്ടുകളും. പാർട്ടി സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കാത്തതും ചടയമംഗലത്ത് തിരിച്ചടിയായെന്നാണ് പാർട്ടി നിഗമനം. മണ്ഡലത്തിലെ 9-ൽ 7 പഞ്ചായത്തും UDFനൊപ്പമാണ് നിലയുറപ്പിച്ചത്. 2021 അന്നത്തെ മണ്ഡലം സെക്രട്ടറി A മുസ്തഫയെ തഴഞ്ഞാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം ദേശീയ കൗൺസിൽ അംഗമായ ചിഞ്ചുറാണിയെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇതിനെതിരെ ചടയമംഗലത്ത് വലിയൊരു വിഭാഗം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം ഇപ്പോഴും പാർട്ടിയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട്. മുസ്തഫ നേരെ RSPയിലേക്കാണ് പോയത്. ഇക്കുറി UDF പ്രചാരണത്തിന് മുസ്തഫയാണ് നേതൃത്വം നൽകിയതും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ വന്ന തോൽവിയാണ് ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്നത്. വിഭാഗീയത കാരണം പാർട്ടി വോട്ടുകൾ CPIക്ക് നഷ്ടമായി. ഇതു തിരിച്ചു പിടിക്കാൻ ജില്ലാ നേതൃത്വത്തിൽ നിന്ന് നീക്കങ്ങൾ വന്നതുമില്ല. എന്തായാലും ചിഞ്ചുറാണിയുടെ തോൽവി ഇപ്പോൾ CPIക്കുള്ളിൽ പുകയുകയാണ്.